ഇന്നത്തെ ചുള്ളിക്കമ്പുകളുടെ ഇടയിൽ എന്നാവും നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവുക. സംഗതി വേറൊന്നുമല്ല. വൈകുന്നേരമായപ്പോൾ വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ കയറി. കുറേ നാളായി ഞങ്ങളുടെ വീടിൻ്റെ അടുക്കള ഭാഗത്ത് പടർന്ന് പന്തലിച്ച് നിന്നിരുന്ന റൂബിക്ക മരം വെട്ടി അതിൻ്റെ കമ്പുകളൊക്കെ ടെറസിൻ്റെ മുകളിലാണ് പരത്തിയിട്ടിരുന്നത്. നേരം കിട്ടിയപ്പോൾ അതൊക്കെ വെട്ടി ഒതുക്കി വെക്കാമെന്ന് തീരുമാനിച്ചു. ആഹ് എന്തെങ്കിലും ഗ്യാസിൻ്റെ എമർജൻസി വരികയാണെങ്കിൽ പുകയില്ലാത്ത അടുപ്പ് കത്തിക്കാമല്ലോ. ഞങ്ങളുടെ വീടിൻ്റെ ഒരു ഭാഗം നിറയെ പൂവൻ വാഴത്തോട്ടാണ് കേട്ടോ. മറുഭാഗത്താണെങ്കിൽ നിറച്ച് ഡ്രസ്സ് കാടുകളാണ്. പണ്ടൊക്കെ നമ്മൾ പറയാറില്ലേ കോൺക്രീറ്റ് കാടുകളെന്ന്. ഇതല്ല, നിറയെ ഡ്രസ്സ് കാടാണ് ഞങ്ങളുടെ വീടിന് ചുറ്റും. ഇന്നത്തെ ചുള്ളിക്കമ്പുകളുടെ ഇടയിൽ എന്നാവും നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവുക. സംഗതി വേറൊന്നുമല്ല. വൈകുന്നേരമായപ്പോൾ വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ കയറി. കുറേ നാളായി ഞങ്ങളുടെ വീടിൻ്റെ അടുക്കള ഭാഗത്ത് പടർന്ന് പന്തലിച്ച് നിന്നിരുന്ന റൂബിക്ക മരം വെട്ടി അതിൻ്റെ കമ്പുകളൊക്കെ ടെറസിൻ്റെ മുകളിലാണ് പരത്തിയിട്ടിരുന്നത്. നേരം കിട്ടിയപ്പോൾ അതൊക്കെ വെട്ടി ഒതുക്കി വെക്കാമെന്ന് തീരുമാനിച്ചു. ആഹ് എന്തെങ്കിലും ഗ്യാസിൻ്റെ എമർജൻസി വരികയാണെങ്കിൽ പുകയില്ലാത്ത അടുപ്പ് കത്തിക്കാമല്ലോ. ഞങ്ങളുടെ വീടിൻ്റെ ഒരു ഭാഗം നിറയെ പൂവൻ വാഴത്തോട്ടാണ് കേട്ടോ. മറുഭാഗത്താണെങ്കിൽ നിറച്ച് ഡ്രസ്സ് കാടുകളാണ്. പണ്ടൊക്കെ നമ്മൾ പറയാറില്ലേ കോൺക്രീറ്റ് കാടുകളെന്ന്. ഇതല്ല, നിറയെ ഡ്രസ്സ് കാടാണ് ഞങ്ങളുടെ വീടിന് ചുറ്റും.